നമസ്കാരം. നമ്മൾ എത്തി നിൽക്കുന്നത് പന്തളം പുന്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു 10 വർഷത്തിന് മുന്നാണ് ശ്യാം ചേട്ടൻ ഒരു ഇൻസിഡന്റ് പറ്റിയിട്ട് ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ലക്ഷ്യ ഫാം എന്നും പറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് ശ്യാം ചേട്ടൻ എത്തുന്നത്. അങ്ങനെ ലക്ഷ്യ ഫാമിന് തുടക്കം കുറിച്ചു. ഈ ചലനശേഷി നഷ്ടപ്പെട്ടിട്ട് ഈ ഒരു കസാരയിൽ ഇരിക്കുമ്പോഴും ഫാൻസി കോഴികളും നാടൻ കോഴികളും അങ്ങനെ കാർഷിക സമൃദ്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നത്. അപ്പോൾ ഈ ഒരു പരിമിതിയിൽ നിന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം ഒരുപാട് ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ എന്തായാലും അതിലേക്ക് ഇറങ്ങി തിരിച്ചു. ഇന്ന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നു ഈ ഫാം. പക്ഷേ എന്നെ സഹായിക്കുന്നത് അമ്മയും പെങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ലക്ഷ്യ ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. നേരെ വീഡിയോയിലേക്ക്. എൻ്റെ പേര് ശ്യാം എന്നാണ്. ഇത് സ്ഥലം പുന്തല പന്തളം. പിന്നെ നമ്മളെ വീട്ടിലൊരു ഫാം നടത്തുന്നുണ്ട്. ഫാമിൻ്റെ പേര് ലക്ഷ്യ എന്നാണ്. ഇതൊരു 5 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫാം നടന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ എനിക്കിങ്ങനെ ആയതൊരു 10 വർഷത്തിനടുത്ത് ഒരു ഓപ്പറേഷൻ ചെയ്തതാണ് അമൃതയിൽ. അങ്ങനെ ഒരു ഈ അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ എത്തിയത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഫാം നടത്തുന്ന ഫാമിനെ സഹായിക്കുന്നത് അമ്മയും പെങ്ങളും കൂടെ ചേർന്നാണ്. ചേട്ടാ, ഈ ശരീരത്തിന്റെ പരിമിതി എങ്ങനെ ഈ ഒരു ഫാമിംഗ് മേഖലയിലേക്ക് വന്നു? ആദ്യം നമ്മളിവിടെ ചെയ്തിരുന്നത് മുട്ടക്കോഴിയായിരുന്നു, P3 മുട്ടക്കോഴിയാണ്. അപ്പോൾ അത് അത്ര ആദായകരമല്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു ഫാമിംഗ് മേഖലയിലേക്ക് തിരിഞ്ഞത്. ഇപ്പം നമ്മളിവിടെ കുറേ ഐറ്റംസ് ഫാൻസി മറ്റേ കുറേ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കോഴികളെയാണ് ഇപ്പോൾ? ഇപ്പോൾ ഇവിടെ നാടൻ കോഴിയുണ്ട്, പിന്നെ ഫാൻസി കോഴി ഐറ്റംസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫാൻസി ടർക്കി ഉണ്ട്, പിന്നെ പെസൻറ്റ്, പിന്നെ അസീല് പാരറ്റ് ബീക്ക്, പിന്നെ ഗിനി, ഇത്രയും ഐറ്റംസാണ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഈ പരിമിതി എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു? അപ്പം നമ്മളെ കാര്യങ്ങളൊക്കെ ഇതിവിടെ ഫാമിങ്ങിൻ്റെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയും പെങ്ങളോടൊക്കെ ചേർന്നാണ്. പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു അങ്ങോട്ട് ഡെലിവറി സഹായിക്കാൻ വരും. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഫോണിൽ കൂടെ ഓൺലൈൻ വഴിയാണ് നമ്മൾ തന്നെ ചെയ്യുന്നത്. ചേട്ടൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാം ഫോണിൽ കൂടെ? അതെ, ഇപ്പോൾ ഓൺലൈൻ വഴിയാണല്ലോ. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഓൺലൈനിൽ കൂടെ ചെയ്യും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അമ്മയും പെങ്ങളുമായിട്ടൊക്കെ ഡെലിവറി കാര്യങ്ങൾ പിന്നെ ഫാമിൽ നോക്കുന്നത് അമ്മ പെങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നത് ഇവരെടുത്തോണ്ട് വരും അല്ലേ? അവർ തന്നെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇവിടെ അവർ തന്നെ ചെയ്യും. കൈ വയ്യാത്തവർ തന്നെ ചെയ്യും. അപ്പോൾ എവിടോട്ടൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ഇന്ത്യയിൽ മൊത്തം ചെയ്യും. ഓൾ ഇന്ത്യ ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ഏത് ഐറ്റത്തിന്? അത് പൊതുവിൽ കൂടുതൽ ടർക്കിയാണ്, പിന്നെ ഫാൻസി ഐറ്റംസുമാണ്. കേരളത്തിന് വെളിയേക്ക് കൂടുതൽ പോകുന്നത് ഫാൻസി ടർക്കികൾ. പിന്നെ ഫാൻസി ടർക്കി എത്ര ഐറ്റം ഉണ്ട് ഇവിടെ? ഫാൻസിയിൽ നമ്മൾ 2 ഐറ്റമാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ടർക്കി റെഡ്, ബ്ലൂ. പിന്നെ നോർമൽ ടർക്കി ഉണ്ട്. അത് പിന്നെ ഓർഡർ അനുസരിച്ച് നമ്മൾ എടുത്ത് കൊടുക്കുകയാണ്. ഈ മുട്ട വിരിയിച്ച് കുട്ടികളെ കൊടുക്കുന്നുണ്ടോ? ഫാൻസിയുടെ ഐറ്റംസിന്റെ എല്ലാം നമ്മൾ അങ്ങനെ ചെയ്യും. കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണല്ലേ? എല്ലാത്തിന്റെയും നമ്മൾ അവൈലബിൾ ആണ്. പേരൻസ് നമുക്ക് എല്ലാം ഉണ്ട്. ഈ തനത് നാടൻ കോഴികളുടെ എത്ര വെറൈറ്റി ഉണ്ട്? തനത് നാടൻ കോഴിയുടെ പുള്ളിക്കോഴികളുണ്ട്, അതിലെ കുറുങ്കാലി, പിന്നെ നേക്കണ്ണൊക്കെ, പിന്നെ തൊപ്പി, പിന്നെ ചാര, പുള്ളി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൽ തന്നെ എല്ലാ ഐറ്റംസും. അത് നമ്മുടെ ഓൾഡ് ലൈനേജ് തന്നെയാണ്. അതെ, കുഞ്ഞുങ്ങളെ അപ്പൊ അതിന്റെ പേരന്റ് സ്റ്റോക്ക് ആണോ അതോ കുഞ്ഞുങ്ങളാണോ? നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്, ചെറിയ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. പുള്ളിക്കോഴിയുടെ ഒക്കെ വെറൈറ്റി ഉണ്ടോ? എല്ലാ വെറൈറ്റീസ്. ഈ ബ്രഹ്മയൊക്കെ എങ്ങനെയാണ് ഇപ്പം അതിന്റെ ഒരു ബ്രീഡിംഗ് സെഷൻ ഒക്കെ എന്ന് പറയുന്നത്? അതിൽ കൊളംബിയൻ ബ്രഹ്മ കുറെ ഐറ്റംസ് ഉണ്ട്. അതിൽ നമ്മൾ കൊളംബിയൻ ബ്രഹ്മയാണ് ചെയ്യുന്നത്. അത് നമ്മളിതുപോലെ മുട്ട വിരിയിച്ചിറക്കി കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ 1-2 മാസം ആകുമ്പോഴാണ് നമ്മൾ അതിനെ സപ്ലൈ ചെയ്യുന്നത്. കൊളംബിയൻ ബ്രഹ്മേന്റെ നമ്മളിപ്പോ കാണുന്ന വൈറ്റ് ഇല്ലേ? അതെ, വൈറ്റ് കാണുന്ന കൊളംബിയൻ ബ്രഹ്മ. ശ്യാം ചേട്ടാ, നമ്മുടെ ഈ ബേഡ്സ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതുമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീറ്റയുടെ വിലയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതിനകത്തൊരു നിയന്ത്രണമില്ല. അപ്പം വളരെയധികം വിലയാണ് കൂടുതൽ. ദിവസം അനുസരിച്ച് വില കൂടും. പിന്നെ പറയുന്നത് ക്വാളിറ്റി ഇല്ല തീറ്റയ്ക്ക്. അങ്ങനെയൊക്കെ പ്രശ്നമാണ്. തീറ്റയുടെ വില വർധന കർഷകർ ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായും എല്ലാ മേഖലയിലും വില വളരെ കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ എല്ലാം കൂടെ എത്ര ഐറ്റം കാണും ഇവിടെ? എത്ര വെറൈറ്റീസ് കാണും ഇവിടെ? വെറൈറ്റീസ് ഒരു ഫാൻസി കോഴിയിൽ തന്നെ ഒരു 7-8 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നാടൻ കോഴിയുണ്ട്. പിന്നെ ടർക്കികളിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട്, റെഡ്, ബ്ലൂ, ഫാൻസി ഐറ്റംസ്. പിന്നെ പാരറ്റ് ബീക്ക്, അങ്ങനെ കുറേയേറെ 10-12 വെറൈറ്റി കൂടുതൽ നമ്മൾ ചെയ്യണം. ഓക്കെ, അമ്മയും പെങ്ങളുമാണ് ഏറ്റവും കൂടുതൽ സഹായം അല്ലേ? അതെ, അവരാണ് ചെയ്യുന്നത്. ഓർഡർ വരുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടൻ കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട്. നമ്മൾ മൊത്തം ഡെലിവറി ഉണ്ട്. കേരളത്തിൽ മൊത്തമുണ്ട്, കേരളത്തിന് പുറത്തും ഡെലിവറി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയുണ്ട്, അതിൽ കൊടുത്തുകൂടിയാണ് കേരളത്തിനകത്താണെങ്കിൽ ചെയ്യുന്നത്. വണ്ടി ഇവിടെ വരുമോ അതോ നമ്മൾ പാക്ക് കൊടുത്ത് അവിടെ കൊണ്ട് കൊടുക്കും? അങ്ങനെയാണ് മൊത്തം ചെയ്യുന്നത്. പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ നമ്മൾ ട്രെയിൻ വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം.
അപ്പോൾ അത് കൂടുതൽ പോകുന്ന അമ്മയും പെങ്ങളൊക്കെ അത് കൊണ്ട് കൊടുത്ത് പാക്ക് ചെയ്ത് അവർ കൊണ്ട് കൊടുക്കും. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ വരും, അമ്മ അല്ലെങ്കിൽ പെങ്ങൾ കൊണ്ട് നമ്മൾ കുളനട കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഞാൻ ആരോമല് ശ്യാംചേട്ടൻ്റെ പെങ്ങളെ മോനാ. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇത് ബ്രഹ്മ, കൊളംബിയൻ ബ്രഹ്മ. പിന്നെ അത് ടർക്കി, ബോർബൺ ടർക്കി, ഫാൻസി കോഴി, ബോർബൺ ടർക്കി. വെറൈറ്റി കളറല്ലേ? ജാപ്പനീസ് ഫ്രണ്ട്. ഇത് ബ്ലൂ ടർക്കിയുടെ കുഞ്ഞുങ്ങളാ. ബ്ലൂ ടർക്കിയുടെ കുഞ്ഞുങ്ങളല്ലേ? കുറെ ഉണ്ടല്ലോ. ഉണ്ട്. ഇത് എത്ര ദിവസം പ്രായമായത്? ഇത് ഒരാഴ്ച പ്രായം അല്ലേ? ബ്ലൂ ടർക്കി ഇവിടെ തന്നെ വിരിച്ചല്ലേ? ഇതേത് കുഞ്ഞുങ്ങളാ? ഇതും ബ്ലൂ ടർക്കിയാണ്. ഇച്ചിരി വലുതായോ അല്ലേ? വെച്ചു. ഇത് നാടൻ കോഴി അല്ലേ? ശ്യാം ചേട്ടാ, ഈ കാർഷിക വൃത്തിയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചേട്ടന്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ്? നമ്മൾ മെനക്കെടാൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമല്ലല്ലോ. പിന്നെ നമുക്ക് വീട്ടിലൊരു കുറേ കോഴി ഉണ്ടെങ്കിൽ നമുക്ക് അതാവും വിഷം ഇല്ലാത്ത നമുക്ക് വീട്ടിൽ തന്നെ കോഴിക്കും മുട്ട കിട്ടും. അപ്പം അധ്വാനിക്കാനൊരു മനസ്സ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കാരണം തീർച്ചയായിട്ടും നമ്മൾ മെനക്കെടുന്നതിൻ്റെ കൂലി നമുക്ക് അത് കിട്ടുമല്ലോ. അപ്പോൾ അധ്വാനിക്കാൻ മനസ്സുണ്ടായാൽ മതി. വീടുകളിൽ കോഴി, പിന്നെ വീടിപ്പം കൃഷി ചെയ്യാം. അപ്പോൾ സ്ഥലമുള്ളവർക്ക് എന്തും അവരുടെ ഉള്ളിൽ പരിമിതികൾക്കനുസരിച്ച് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നൊരു പരിപാടി തന്നെയാണത്. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, ഒരാളുടെ സഹായം ഇല്ലാതെ ചേട്ടന് ഈ ചേറെ നിന്ദിക്കാനേ സാധിക്കില്ല. ആ ഒരു സ്ഥിതിക്ക് ഇത്രയും വലിയൊരു ഫാം എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു? അപ്പോൾ നമുക്ക് ചെയ്യാനൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാം. ഇതിപ്പോൾ പിന്നെ ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ ബിസിനസ് എല്ലാം ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അപ്പം ഫോൺ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരെ വിളിക്കുന്നതനുസരിച്ച് ഫോൺ വരുവാണെങ്കിൽ അവർ അറ്റൻഡ് ചെയ്ത് തരും. പിന്നെ വീഡിയോ എല്ലാം അവരെ കൊണ്ട് എടുപ്പിച്ച് നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പിൽ ചെയ്യാൻ പറയും, നമ്മളത് ചെയ്യിപ്പിക്കുന്നു. പിന്നെ അറേഞ്ച് ചെയ്യുന്നതിന് ഡെലിവറി വരുമ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അവരോട് പറയും. അവരനുസരിച്ച് ഓരോന്നും നമ്മൾ അവർ പറഞ്ഞു കൊടുക്കുന്നു, അവരനുസരിച്ച് അതിൻ്റെ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ കഴിക്കാന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിൻ്റെ കഴിവാവധി ശ്രമിച്ചുകൊണ്ട് ചെയ്യാന്നുള്ള. ചുമ്മാ അങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതിലാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്, ഫുൾ ടൈം ഇൻവോൾവ് ആണ്. പിന്നെ നമ്മളായിട്ട് അധ്വാനിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ശരിയായ പ്രവൃത്തി. അതുകൊണ്ട് അങ്ങനെ ചെയ്യും. സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് നമ്മളങ്ങ് വയ്യാതൊരവസ്ഥ വന്നിട്ട് ചുമ്മാ ഇരുന്ന് കളയാവുന്നുള്ളൊരു ശരിയായ കാര്യമല്ലോ. നമുക്ക് അധ്വാനിച്ച് സംസാരിക്കാനും പറ്റും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ളത് കണ്ട് ഇപ്പോൾ ഇതുവഴി ഓൺലൈൻ വഴിയാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, ആരോഗ്യമുണ്ടായിട്ടും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു യുവതലമുറയാണ് നമ്മൾക്ക് വളർന്നു വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന ജീവിതമധ്യയിൽ സംഭവിച്ച ഇൻസിഡൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ചലനശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തോട് പടപൊരുതി സ്വന്തം അധ്വാനത്തിൽ കൂടി ജീവിക്കുന്ന ഒരു മാതൃകയായ ഒരു മനുഷ്യനെയാണ് ഇന്നത്തെ വീഡിയോ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം. ഇങ്ങനെ മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആൾക്കാരുണ്ട്, ജീവിതത്തിനോട് പടപൊരുതി തോൽക്കാതെ ജീവിക്കുന്ന മാതൃകയായിട്ടുള്ള മനുഷ്യർ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.